ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഇന്ന് രാവിലെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി പണിയൊന്നും കഴിയാതെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ രണ്ടും നടക്കില്ല, വീഡിയോ എടുക്കലും നടക്കില്ല, പണി നടക്കില്ല. അപ്പോൾ ഞാനത് ഒഴിവാക്കി. പിന്നെ വിചാരിച്ചു റെഡി ആകുമ്പോൾ എടുക്കാം, അപ്പോഴും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ റെഡി ആയിക്കോ വന്ന് ഇനിയിപ്പോൾ കണ്ടില്ല. ഞാൻ വീഡിയോക്ക് വോയിസ് പിന്നെ കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഒച്ചപ്പാട് വരും കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ഞാൻ കിച്ചണിൽ പോയിട്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പോയി വെക്കാം. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പായസം ഇല്ലാത്തൊരു പരിപാടിയില്ല. നമ്മളുണ്ടാക്കിയാണ് പായസം. ഇത് ചെറുപയർ പരിപ്പിന്റെ പായസം കേട്ടോ. അധികം പെരുന്നാൾക്കും നമ്മൾ അടപ്പായസം ഉണ്ടാക്കല്. ഇന്നിപ്പോൾ അതിന്നൊക്കെ മാറി ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാവരും അതെന്നാ പറയാൻ നിൽക്കറിയില്ല. റൈസ് ആയിരുന്നു പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിത് ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നല്ല വിചാരിച്ചത്. ഞാൻ റെഡിയായി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അങ്ങനെ ഒരുവിധം എല്ലാവരും നമ്മൾ വീട്ടിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ പിന്നെ അതിക്ക് കടായി ഇല്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ കുറച്ച് കടായി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കടായി ഇഷ്ടമില്ലാത്തവരും നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പാക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ബീഫ് കറി. ഇപ്പാക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ച് തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാലഡും കൂടെ. നേരത്തെ പറഞ്ഞ ടീംസിന് മാറ്റി വെച്ച ചിക്കൻ പൊരിച്ചതാണിത്. അസും ജിയോ ഒക്കെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അവർക്കും കൂടെ ഫുഡ് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജിയോ ഒക്കെ ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഓരെ കാണുമ്പോൾ തന്നെ ഓരോ പെരുന്നാൾ എത്ര അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അങ്ങനെയാണെങ്കിലും ഇന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടേക്കും പോവാല്ലെങ്കിലും പെരുന്നാളാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യും. അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ പ്ലേറ്റിൽ ആ കേപ്പണ്ടിയില്ലേ, അവിടെ എനിക്ക് അച്ചാറും കൂടെ ഇടാനുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരും ആദ്യം തന്നെ പായസം കുടിക്കും. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പായസം കുടിക്കുള്ളൂ. എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ തിരിഞ്ഞും പറഞ്ഞു നിന്ന് ഒരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചു. പുതിയ എന്ത് ഡ്രസ്സ് ഇട്ടാലും അന്ന് ഭയങ്കര ചൂടായിക്കാരം. പിന്നെ ഫുഡും കൂടി കഴിച്ചപ്പോൾ നോക്കണ്ട, വേർത്തിങ്ങനെ ഒലിക്കാണ്. ഇനിയും പുതിയ ഡ്രസ്സ് മാറ്റുക, എവിടേക്കെങ്കിലും പോവുക, ഈ വക ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല, പോണില്ല. അപ്പം ഇനി നമുക്ക് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, നല്ലോണം അങ്ങോട്ട് കിടന്നുറങ്ങുക. പെരുന്നാൾക്ക് എന്തില്ലെങ്കിലും മൈലാഞ്ചിടാൻ എനിക്ക് എന്തോ ഒരു സമാധാനക്കുറവാണ്. എങ്ങനെ ഇന്നലെ 11 മണിക്ക് ശേഷം ഉറങ്ങി തൂങ്ങിയിട്ട മൈലാഞ്ചിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം കൊളായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഉറങ്ങി എണീച്ചതിന് ശേഷം ഷാസുവിനും ജീവനൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് മുറ്റത്തൊക്കെ ഇറക്കിയതാ. ഫോട്ടോ നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഓരും കൂടി വിചാരിക്കണ്ടേ. ഇതൊക്കെ പെരുന്നാക്കുപ്പായ ഇട്ട് തൊഴിലുറപ്പിന്റെ പണിക്കോയാൽ പുല്ല് പറിക്കുക, ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ ഓരോ പരിപാടികളായിരുന്നു. ഷാസ് സൈക്കിളും വന്നിട്ട് പോസൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിലത്തെ വരുന്നാരൊക്കെ വരുന്നത് വൈകുന്നേരം ആയപ്പോഴാണ്. അങ്ങനെ ഓർക്കും വേണ്ടിയിട്ട് നേരത്തെ ജ്യൂസൊക്കെ അടിച്ചു വെച്ചുകൊണ്ട് തന്നെ ഒരു വന്ന പാടന്നെ അതൊക്കെ ഗ്ലാസ്സിൽ പറന്ന് കൊടുക്കുകയാണ്. നമ്മളെ വീട്ടിലെ കുട്ടീസൊക്കെ കട്ട വെയിറ്റിങ്ങിനെ ഒന്ന് ഇരുട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് പൂത്തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടി പിന്നെ ചെറിയ രീതിയിലുള്ള കത്തിക്കലൻ പൊട്ടിക്കൽ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ ഔത്ത് കയറി. ഇനി നമുക്കൊരു കേക്ക് കട്ടിങ്ങും കൂടെ ബാക്കിയുണ്ട്. നമ്മളെ താത്താന്റെ കുട്ടിക്ക് +2 ഫുൾ A+ ഇട്ട് സന്തോഷിച്ച് കൊടുന്നതാണ് ഈ കേക്ക്. പക്ഷെ കൊടുന്ന കേക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞുപോയി. അതിനൊന്ന് നേരെ നിർത്താനുള്ള പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഈ കേക്കും കൂടി തിന്ന് നമ്മളെ പെരുന്നാൾ പരിപാടി ഇവിടെ കഴിഞ്ഞ് അപ്പോൾ